കലാരംഗത്തെ ഒരു വലിയ കലാകാരനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആരാണ്? ജോബി. അപ്പം വളരെ സന്തോഷമുണ്ട് ഇവിടെ വെച്ച് കാണാൻ പറ്റിയതും. എങ്ങനെയായിരുന്നു മിമിക്രി മോണാക്ട് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കണ്ടിരുന്നു? എന്തെങ്കിലും കാണാൻ പറ്റില്ല. ഞാൻ നാടകം കണ്ടു, നാടകം കുറച്ചു നേരം കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നാടകം എത്രമാത്രം വളർന്നിരിക്കുന്നു എന്നുള്ളത്. പഴയ ഒരു നാളെ തലവുമല്ല, ഇപ്പൊ പുതിയ നല്ല ചിന്താഗതികളുണ്ടായി. നാടകം മരിക്കുന്നു എന്ന് പറഞ്ഞ വെള്ളത്തൊക്കെ എനിക്ക് എന്ത് രസമായിട്ട് നാടകം സ്റ്റേജിലെ കൂട്ടായ്മയാണ്. കാരണം കലോത്സവം എപ്പോഴും പിന്നെ ഒരുപാട് പേരുടെ കൂട്ടുത്തരവാദിത്തമാണ്. അതിനകത്ത് ഒറ്റയാൾ രണ്ടാളല്ല, എല്ലാവരും കൂടി ചേർന്ന അവരുടെ സർഗോത്സവമാണ്. യുവജനോത്സവത്തിൽ നിന്നും ഈ കലോത്സവത്തിലേക്കുള്ള ഒരു മാറ്റം എങ്ങനെയാ ഫീൽ ചെയ്തത്? മാറ്റം അതാണ്, ഓരോ പ്രാവശ്യവും മാറുന്നു എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ പ്രാവശ്യം പുത്തൻ രീതികൾ എപ്പോഴും അത് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അത് തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ വരുന്നു. ഇപ്പൊ എനിക്ക് ഏറ്റവും രസകരമായി തോന്നുന്നു, രസകരം എന്നുള്ള പറയാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ വയനാടിന്റെ ദുരന്തം നമുക്കറിയാമല്ലോ. പക്ഷെ ആ ദുരന്തത്തിനിടയിലും അവരിവിടെ വന്ന് അവരുടെ അതിജീവനത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന കാഴ്ചകൾ അവരെന്ത് സന്തോഷത്തോടെ പോയപ്പോഴും നമ്മുടെ കണ്ണ് അണിഞ്ഞു. ഒരു കാര്യം കൂടി, നമുക്ക് എന്തായാലും മിമിക്രി ഒരു താരമാണ്, ഒരു ചെറിയ നമ്പർ ഒന്ന് ഞാൻ ഈ അതിജീവനത്തിന്റെ ഭാഗം പറഞ്ഞതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഞാൻ പാട്ട് 2-4 പാട്ട് പണ്ട് കാലത്ത് നമ്മുടെ മാറ്റം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിജീവനത്തിന്റെ ഭാഗമായിട്ട് മാറി വരുന്ന കാലമാണല്ലോ. അപ്പൊ പണ്ട് ഗോത്രങ്ങൾ ഇതിൽ താമസിച്ചിരുന്നപ്പോൾ തന്നെ അവർ വീട് വെക്കാനുള്ള സംഭവമില്ല. മക്കള് മഴ വരുമ്പോൾ എന്ത് ചെയ്യും? മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, മഴ പെയ്യുമ്പോഴേ നമ്മൾ പൂത്തല ചൂടുമല്ലോ, ഇടിവെട്ടുമ്പോഴേ നമ്മൾ പൊന്തേ കയറുമല്ലോ. പുതിയ അവരെ കാരണം ഇത് തന്നെയാണ് അതിജീവനത്തിന്റെ ഭാഗം. ഒന്നില്ലെങ്കിൽ അവർ വേറൊന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഞങ്ങൾ പൊന്തേ കയറി ഞങ്ങൾ ഓടിക്കും, അതിനും ധൈര്യമാണ്. അങ്ങനെ അതിജീവിച്ചു വന്ന മക്കളെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നമുക്കും ഭയങ്കര സന്തോഷം ജോബിയെ പോലെ ഒരാളെ ഇങ്ങനെ കാണാനും ഇങ്ങനെ സംസാരിക്കാനും ഈ കലോത്സവ വേദിയിൽ വെച്ച് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ സാഹചര്യം ഉണ്ടായതും ഒക്കെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പൊ എല്ലാവിധ ഭാവുകൾ നേരുകയാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ജോബിയോടൊപ്പം ശ്രീകുമാർ.